വേനലിലെ കൃഷിനാശം വിലയിരുത്താൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം വിശദമായ പരിശോധന തുടങ്ങി. ഇടുക്കിയിൽ ഏലം, കുരുമുളക് ഉൾപ്പെടെയുള്ള കൃഷികൾക്ക് വൻ നാശമുണ്ടായെന്നാണ് വിലയിരുത്തൽ. ഏലം മേഖലയ്ക്കാണ് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത്. ഇടുക്കി ജില്ലയിലും മുൻ വർഷങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് വരൾച്ചയാണ് നേരിട്ടിട്ടുള്ളത്. കൃഷിവിളകൾ പൂർണ്ണമായും നശിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായിരുന്നാലും സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരിക്കുന്ന വിദഗ്ധ സമിതി ഈ കൃഷി ഇടങ്ങളിൽ നേരിട്ടുള്ള സന്ദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ മേഖലകളിൽ, ഇടുക്കി ജില്ലയുടെ എല്ലാ മേഖലകളിലും തന്നെ വിദഗ്ധ സംഘം നേരിട്ടെത്തിയാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാഡം, ഇപ്പം എത്രത്തോളം കൃഷിയിടങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്? ഒരു കൃഷിയിടങ്ങളുടെ സാഹചര്യം എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഞങ്ങളിപ്പം ഒരു ബ്ലോക്കിലെ ഒരു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലെ കൃഷി ഓഫീസർമാരും പിന്നെ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദഗ്ധ അംഗവുമായിട്ട് ഇടുക്കി ജില്ലയിലെ മൊത്തം ബ്ലോക്കുകളിലെ 8 ബ്ലോക്കുകളിലും ഇതുപോലെ ഫീൽഡ് സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലായിടത്തെയും തന്നെ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഏലം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള മേഖലകളിലെല്ലാം തന്നെ ഇതേ ഒരു അവസ്ഥയാണ് കാണുന്നത്. വ്യാപകമായിട്ട് നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഇവിടെ സോയിൽ ടെമ്പറേച്ചർ വളരെ കൂടുതലായിട്ട് യൂണിവേഴ്സിറ്റിയും തന്നെ വിലയിരുത്തുന്നു. ഇപ്പം ഇവിടെ 46 ഡിഗ്രിയിലാണ് ഇവിടുത്തെ സോയിൽ ടെമ്പറേച്ചർ. അതൊരിക്കലും ഏലത്തിന് അത് താങ്ങാൻ പറ്റുന്നൊരു ടെമ്പറേച്ചർ അല്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന കുരുമുളകും എല്ലാം തന്നെ, എല്ലാ വിളകളും തന്നെ, ജാതി, ഇപ്പം ഒരു വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഏലക്കാടല്ലാതെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന ജാതി, മറ്റു വൃക്ഷങ്ങൾ എല്ലാം തന്നെ ഉണക്കിനെ ബാധിച്ചിട്ടുണ്ട്, ശരിക്കും ബാധിച്ചിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ തുടർന്നു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ വരൾച്ച, ഇല്ലെങ്കിൽ ഈ ഒരു കൃഷിനാശം വളരെ രൂക്ഷമാകാൻ സാധ്യതയാണ്. രൂക്ഷമാകാനായിട്ട് ഇപ്പം 108ാമത്തെ ദിവസമാണ് ഇവിടെ മഴ പെയ്യാതിരിക്കുന്നത്. സർക്കാരിന് ഏത് തരത്തിലായിരിക്കും ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കാണിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളിങ്ങനെ ഒരു വിദഗ്ധ സമിതി രൂപീകരണം എല്ലാവരെയും ചേർത്ത് 2 ദിവസത്തിനുള്ളിൽ ഇത് മുഴുവൻ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ കണക്കുകൾ ഞങ്ങൾ ഒന്ന് ക്രോഡീകരിച്ചിട്ട് എല്ലാ വിദഗ്ധാഭിപ്രായവും യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ ഒന്ന് ശേഖരിച്ചിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളിത് കൃഷിമന്ത്രിക്ക്, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിക്ക് ഞങ്ങൾ സമർപ്പിക്കും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു കൃഷിയിടം അത് പൂർണ്ണമായി തന്നെ നശിച്ചിരിക്കുന്നതാണ്. ഇവർ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കർഷകൻ കൂടി നമ്മളോട്, ചേട്ടാ, എന്താ നിങ്ങളുടെ ഒരു സാഹചര്യം എന്താണ്? ഞാൻ കൃഷി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനായിരുന്നു. ഇപ്പോൾ ഈ വേനൽ ഈ അവസ്ഥയിൽ മൊത്തം തകർന്ന് കിടക്കുക. വീണ്ടും റീപ്ലാന്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് സാഹചര്യമില്ല. ഒരു സർക്കാർ സഹായം കിട്ടിയാൽ മാത്രമേ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. സർക്കാർ സഹായം കിട്ടിയെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, അല്ല ഒരു രക്ഷയില്ല. എന്തായിരുന്നാലും മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു കൃഷിയെ പുനരുജ്ജീവിപ്പിക്കണമെങ്കിൽ അതിന് പുതിയ തട്ടകൾ, റീപ്ലാന്റ് ചെയ്യാനുള്ള തട്ടകൾ പോലും ഈ ഇടുക്കിയിൽ കിട്ടാനില്ലാത്ത അവസ്ഥയിൽ, അത്ര തന്നെ ഏതാണ്ട് പൂർണ്ണമായി ഏലം കൃഷി അടക്കം നശിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സർക്കാർ സഹായമില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ വളരെ അടിയന്തരമായി സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു വിദഗ്ധ സമിതിയുടെ സന്ദർശനവും ഈ വിവരശേഖരണവും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് ഇടുക്കിയിലെ കർഷകർ. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.